സുജയ, ഇപ്പോൾ ഹോസ്റ്റലിലെ ഉള്ളിലെ ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. അപകടം നടന്ന BJ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റലിനുള്ളിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അപകടത്തിനു ശേഷം ഹോസ്റ്റലിന്റെ അവസ്ഥയാണ്. അവിടെ ഭക്ഷണം വിളമ്പി വെച്ച് കഴിക്കുന്ന ലഞ്ച് ബ്രേക്ക് ടൈം ആയിരുന്നു ഈ അപകടം ഉണ്ടായത്. പാത്രങ്ങളടക്കം ചിതറിക്കിടക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവിടുത്തെ ജീവനക്കാരടക്കം പരിക്കേറ്റവരിൽ ഉൾപ്പെടുന്നുണ്ട്, ആശുപത്രിയിൽ ഉണ്ട്. ഇതാ നോക്കൂ, പാത്രങ്ങൾ നമുക്ക് കാണാം. ലഞ്ച് ബ്രേക്കിന്റെ സമയം വിദ്യാർത്ഥികൾ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനായി അവിടേക്ക് എത്തി. ആ ഭക്ഷണം മുഴുമിപ്പിക്കാൻ കഴിയാതെ 3 വിദ്യാർത്ഥികൾ, ഇവിടെ ഈ മെസ് ഹാളിൽ ഉണ്ടായിരുന്ന 3 വിദ്യാർത്ഥികൾ മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 8 പേരാണ് ഈ കെട്ടിടത്തിൽ ഉണ്ടായിരുന്നവരിൽ മരിച്ചതായി ഇപ്പോൾ ഗുജറാത്ത് പോലീസ് വ്യക്തമാക്കുന്നത്. കുറേ ഏറെ പേർ ഈ വിമാനം കത്തി വീഴുന്നത് കണ്ട് ജനൽ വഴിയൊക്കെ പുറത്തേക്ക് കഴിച്ച് പൂർത്തിയാക്കാത്ത ഭക്ഷണം, അതാണ് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. വേദനിപ്പിക്കുന്ന കാഴ്ച തന്നെയാണ്. ഭക്ഷണത്തിന് മുന്നിൽ എല്ലാ ദിവസവും പോലെ ഉച്ച ഭക്ഷണ ഇടവേളയിൽ വന്നിരുന്ന വിദ്യാർത്ഥികൾ, 19ഉം 20ഉം വയസ്സൊക്കെ പ്രായമുള്ള കുട്ടികളാണ് ഈ അപകടത്തിൽ മരിച്ച വിദ്യാർത്ഥികൾ എന്നതുകൂടി നമ്മൾ ഓർക്കണം. പരിക്കേറ്റ് 30-ലധികം പേർ ഇപ്പോഴും ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതിൽ ഈ ഭക്ഷണം കഴിക്കാനായി മെസ് ഹാളിലിരുന്ന കുട്ടികളാണ് കൂടുതൽ പേരും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ദുഃഖകരമായ കാര്യം, ഈ ദുരന്തം സംഭവിക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് കൂടി മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. അതിന് മുൻപ് തന്നെ മരിച്ചു കാണണം. അത്രയും പെട്ടെന്നാണല്ലോ അത് സംഭവിച്ചിരിക്കുന്നത്. അവരിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തോന്ന് വന്ന് വീഴുന്നപ്പോഴേക്കും മരിച്ചു വീഴുകയാണ്. ഓക്കെ, ഏകദേശം 1:39 അല്ലേ? അതെ, 1:39 ടൈമാണ്. അതെ, നോക്കൂ, ഭക്ഷണം അവർ ഗ്രൂപ്പായി വന്ന് കഴിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഹോസ്റ്റലാണ്. എല്ലാവരും ഏകദേശം ഒരേ സമയത്താണ് മെസ് ഹാളിലേക്ക് ഭക്ഷണം കഴിക്കുന്നതിനായിട്ട് വരുന്നത്. ഗ്രൂപ്പായി 6 പേർ, 6 അംഗം, ഒരുപക്ഷെ അത് കൂട്ടുകാരായിരിക്കാം, 6-7 പേർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന മെസ് ഹാളിലെ ദൃശ്യമാണ് നമ്മൾ കാണുന്നത്. അവിടെ ഉണ്ടായിരുന്ന കുട്ടികളിൽ 3 പേർ മരിച്ചു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. 8 പേരാണ് ഈ കെട്ടിടത്തിനുള്ളിൽ ഉണ്ടായിരുന്നവരിൽ മരിച്ചത്. ഈ ഹോസ്റ്റലുണ്ടായിരുന്ന 60ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്നത്. ഏറ്റവും വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അടുത്ത പ്രതീക്ഷയായി വരും തലമുറയുടെ ഡോക്ടർമാരായി മാറേണ്ടവരാണ് ഇന്നിപ്പോൾ ഈ ചേതനയേറ്റ ശരീരങ്ങളായി അതേ ആശുപത്രിയിലേക്ക്, ഒപ്പം സിവിൽ ഹോസ്പിറ്റലിലേക്ക് ഒക്കെ എത്തിയിരിക്കുന്നത്. ഉച്ചഭക്ഷണത്തിനായി കുട്ടികൾ എത്തിയ സമയത്തായിരുന്നു. അപകടത്തിൽ പരിക്കേറ്റ് കഴിയുന്ന അവരുടെ പ്രായവും ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് വരുന്ന വിവരങ്ങളനുസരിച്ച് 19-20 വയസ്സുള്ള കുട്ടികളാണ് ഈ പരിക്കേറ്റവരിൽ ഭൂരിഭാഗവും എന്ന വിവരം കൂടി വരുന്നുണ്ട്. ഇപ്പോൾ ഹോസ്റ്റലിലെ 6 പേർക്കാണ് ഗുരുതര പരിക്ക് അല്ലേ? അതെ, ICUവിലുള്ളത് 6 പേർ. ICUവിലുള്ളത് 6 പേരാണ്. പ്രേക്ഷകർക്ക് കാണാം, ആ മെസ് ഹാൾ പൂർണ്ണമായിട്ടും തകർന്നിരിക്കുന്നു അല്ലേ സ്മൃതി? അടുക്കളയും തകർന്നിട്ടുണ്ട്. അടുക്കള ഭാഗമാണ് പൂർണ്ണമായും. അടുക്കള ഭാഗത്തേക്കാണ് ഇടിഞ്ഞു വീണത്. മെസ് ഹാളിൽ ഉണ്ടായിരുന്നവർക്ക് പരിക്കേറ്റിരിക്കുന്നു. 3 പേർ മരിച്ചു. ഇത് മെസ് ഹാളിന്റെ ഉൾഭാഗമാണ്. മെസ് ഹാളിന്റെ സ്റ്റോർ റൂമും കിച്ചൺ ഭാഗവുമാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടേക്കാണ് ഇടിച്ചു കയറിയിരിക്കുന്നത്. വിമാനത്തിന്റെ പുറകിലത്തെ ഭാഗം, ടെയിലിന്റെ വന്ന് പൂർണ്ണമായിട്ടും ഇടിച്ചു കയറിയ ഭാഗമാണ് പ്രേക്ഷകർ അവിടെ കാണാം. ആ ടെയിലിന്റെ ഒരു ഭാഗം അവിടെ കിടക്കുന്നതും പ്രേക്ഷകർക്ക് കാണാം. ഇതൊരു വലിയ ഹോൾ ഉണ്ടായിരിക്കുന്നു അല്ലേ? വലിയ മിസൈൽ വന്ന് വീഴുന്നത് പോലെ ഒരു ആഘാതമാണ് ഉണ്ടായത്. വലിയ വിമാനമാണ്, വലിയ വിമാനം. 250 യാത്രക്കാരെ വഹിക്കാൻ കഴിയുന്ന വിമാനമാണ്. ആ വിമാനം വന്ന് വീഴുന്നു. വിമാനത്തിൻ്റെ തന്നെ ചില അവശിഷ്ടങ്ങൾ ആ പ്രേക്ഷകർക്ക് ഈ മെസ് ഹാളിൽ കാണാം. ആ ഭാഗത്തെ ഭിത്തിയും മതിലുമെല്ലാം ഇടിഞ്ഞാണ് പോയിരിക്കുന്നത്. അതെ, അടുത്ത നിലയിലേക്കുള്ള സ്റ്റെയറിന്റെ ഭാഗത്തായിട്ടാണ്. അതായത് 2 നിലകൾക്ക് പൂർണ്ണമായും ആഘാതമേറ്റിട്ടുണ്ട് മെസ് ഹാൾ. അതോടൊപ്പം തന്നെ അതിന് താഴത്തെ നിലയും പൂർണ്ണമായും ആഘാതമേറ്റിട്ടുണ്ട്. വിമാനത്തിന്റെ ഫ്യൂൽ ടാങ്കിന്റെ ഭാഗമാണെന്ന് തോന്നുന്നു അല്ലേ? പക്ഷേ വിമാനം ഒരു അഗ്നിഗോളമായി മാറുന്നത് അതിന് തൊട്ടപ്പുറത്തേക്കുള്ള ഭാഗത്താണ്. അതായത് 2 ഹോസ്റ്റലുകളിലാണ് ഈ വിമാനം ഇടിച്ചു കയറിയിരിക്കുന്നത്. ഒന്ന് BJ മെഡിക്കൽ കോളേജിലെ MBBS വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഹോസ്റ്റൽ, മറ്റൊന്ന് PG വിദ്യാർത്ഥികൾ പഠിക്കുന്ന അതുല്യം എന്ന് പറയുന്ന ഒരു ഹോസ്റ്റൽ. രണ്ടും തൊട്ടടുത്തടുത്ത് തന്നെയാണ്. ഈ 2 ഹോസ്റ്റലിലേക്കും ഇതിൻ്റെ ഭാഗങ്ങൾ പോയി വീണിട്ടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആഘാതം നടന്ന മരിച്ചവരിൽ ഡോക്ടർമാരുമുണ്ട് എന്നുള്ളതാണ്. BJ മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഈ പറയുന്ന സ്ഥലത്ത്, ഈ അപകടം നടന്ന സ്ഥലത്തിന് തൊട്ടടുത്താണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് അപകടത്തിൽപ്പെട്ടവരെ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ സാധിച്ചു. നോക്കൂ, മേൽക്കൂരയടക്കം തകർന്നു വീണ് കിടക്കുന്നത് കാണാം. ഒരുപക്ഷെ ഇത് വിമാനത്തിന്റെ ഗിയറുകളാണ്, ലാൻഡിംഗ് ഗിയറുകളാണ് കാണുന്നത്. നോക്കൂ, വിമാനത്തിന്റെ ചക്രങ്ങളാണ്. വിമാനത്തിന്റെ ചക്രങ്ങൾ മെസ് ഹാളിൽ, ഹോസ്റ്റലിലെ മെസ് ഹാളിൽ നിൽക്കുന്നതാണ് കാണുന്നത് അല്ലേ? ചക്രങ്ങളാണോ? അതെ, ലാൻഡിംഗ് ഗിയർ ആണെന്നാണ് കരുതുന്നത്. ചക്രങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? അതോ അവിടുത്തെ ടാങ്ക് ആണോ? ചക്രമാണല്ലോ. ലാൻഡിംഗ് ഗിയർ ആണ്. ലാൻഡിംഗ് ഗിയർ തന്നെയാണ്. ലാൻഡിംഗ് ഗിയറുകൾ തന്നെയാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ആ ലാൻഡിംഗ് ഗിയറുകൾ കിടക്കുന്നത് അവിടെയാണ്. അപ്പം അതിന്റെ പിൻഭാഗത്തെ ലാൻഡിംഗ് ഗിയർ ആയിരിക്കാം. ഒരു ഭാഗത്തെ ലാൻഡിംഗ് ഗിയർ ആണ്, വിമാനത്തിന്റെ പിൻഭാഗമാണ്. നെടുകെ പിളർന്ന് കത്തി താഴേക്ക് പലയിടങ്ങളിലേക്ക്, ഫ്ലാപ്പുകളൊക്കെ പലയിടങ്ങളിലാണ്. അതെ അതെ, അതായത് 625 അടി ഉയരത്തിൽ നിന്നാണ് വിമാനം ഈ കെട്ടിടത്തിന്റെ മെസ് ഹാളിന് മുകളിലേക്ക് വന്ന് വീഴുന്നത്. അത്രയും വലിയ ആഘാതമാണ്. വന്നു വീണ് നിമിഷങ്ങൾക്കുള്ളിൽ അത്
സ്ഫോടനം ഉണ്ടാവുന്നു. പക്ഷേ ഈ മിസ് ഹാളിലേക്ക് ആ സ്ഫോടനം നടന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേനെ. മരണസംഖ്യ ഉയർന്നേനെ. മിസ് ഹാളിലേക്ക് ഈ പ്ലെയിൻ വന്ന് ഫിസിക്കലി വന്ന് ലാൻഡ് ചെയ്യുകയായിരുന്നു. അതിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഈ ഫ്യൂൾ ടാങ്ക് അടക്കമുള്ള ഭാഗങ്ങൾ പതിച്ച് സ്ഫോടനമുണ്ടായതിന് തൊട്ട് മുൻപിലാണ്. അതാവട്ടെ ഒരു കോമ്പൗണ്ടിൻ്റെ ഭാഗത്താണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള മറ്റൊരു കാഷ്വാലിറ്റി ഉണ്ടാവാതിരുന്നത്. 60ഓളം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഇപ്പോൾ അവരുടെ തീന്മേശയിലെ അവർ കഴിക്കാതെ ബാക്കി വെച്ചു പോയ ഭക്ഷണം നോക്കൂ. ഒരു റൊട്ടിയൊക്കെ കഴിച്ച് പകുതിയിരിക്കുന്ന സമയത്താണ് ഈ അപകടം ഉണ്ടാകുന്നത്. ഉച്ചഭക്ഷണ സമയമാണ്, ലഞ്ച് ബ്രേക്കിൻ്റെ ടൈമിലാണ് ഈ അപകടം ഉണ്ടായത്. പ്രേക്ഷകർ കാണുന്ന ദൃശ്യങ്ങളാണ്, വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. സ്മൃതി, നമ്മൾ ഇന്ത്യയുടെ ചരിത്രത്തിൽ എടുത്തു നോക്കിയാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആകാശ ദുരന്തം സംഭവിക്കുന്നത് 96-ലാണ്. ഈ ഗുജറാത്തിൽ തന്നെ സംഭവിച്ചത് അല്ല, ഹരിയാനയിൽ സംഭവിക്കുന്നത്. ചാക്രി ദാദ്രിയിൽ അന്ന് സൗദി എയർലൈനും ഖസാക്കിസ്ഥാൻ്റെ എയർലൈനും തമ്മിൽ ആകാശത്ത് വെച്ച് കൂട്ടിയിടിച്ചാണ് 349ഓളം പേർക്ക് മരണം സംഭവിക്കുന്നത്. പക്ഷേ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ട ആകാശ ദുരന്തമായി ഇത് മാറുന്നു. പക്ഷേ അന്ന് ഇന്ത്യൻ എയർലൈൻസ് ഇല്ല, ഖസാക്ക് എയർലൈനും സൗദി എയർലൈനുമായിരുന്നു. ഇത് ഇന്ത്യയുടെ തന്നെ ഒരു എയർലൈൻ. ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട വിവരം കൂടി വരുന്നുണ്ട് സുജയ. ഒരാൾ കൂടി രക്ഷപ്പെട്ടോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ സായി, അത് ഈ ദുരന്തത്തിനിടയിലും ആശ്വാസ വാർത്തയാണ്. മറ്റൊരാൾ കൂടി രക്ഷപ്പെട്ടതായി ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ ടൈംസ് നൗ ആണ് അരുൺകുമാർ അത്തരമൊരു റിപ്പോർട്ട് വരുന്നത്. ഒരു ബ്രിട്ടീഷ് പൗരനും ഒരു ഇന്ത്യൻ പൗരൻ കൂടി ഈ അപകടത്തിൽ രക്ഷപ്പെട്ടവരിലുണ്ട് എന്നുള്ള ഈ ദുരന്തത്തിനിടയിലും ഉള്ള ഒരു ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ രമേശ് വിശ്വാസ് കുമാറിനെ കൂടാതെ ഒരാൾ കൂടി ഈ അപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് ഒന്നുകൂടി നമുക്ക് കൺഫേം ചെയ്യേണ്ടതുണ്ട്. ആ വിവരങ്ങൾ ഇപ്പോൾ ടൈംസ് ന്യൂ മാത്രമാണ് അത്തരമൊരു വിവരം നമുക്ക് നൽകുന്നത്. വിശ്വാസ് കുമാറിൻ്റെ കാര്യം ഏറെക്കുറെ ഉറപ്പാണ്. അദ്ദേഹത്തെ കൂടാതെ മറ്റൊരാൾ കൂടി ഈ അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. അതോടൊപ്പം അവിടുത്തെ മെഡിക്കൽ കോളേജിൽ 75 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. മെഡിക്കൽ വിദ്യാർത്ഥികൾ 45 പേർ കൂടി അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഈ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ അവിടെ ഈ ദുരന്തമുണ്ടായപ്പോൾ രക്ഷപ്പെട്ട ആളുകൾ അവിടെ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു. അതിൽ ചില ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. അവരുടെ ചില പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ട്. അവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം വളരെ പെട്ടെന്ന് താഴേക്ക് ചാടാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രം രക്ഷപ്പെടാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. അവിടെ കാഷ്വാലിറ്റി ഒരുപക്ഷെ വീണ്ടും ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന തരത്തിലും ചില റിപ്പോർട്ടുകൾ വരുന്നു. ഇപ്പോൾ ഒരു ബ്രിട്ടീഷ് പൗരനും ഒരു ഇന്ത്യൻ പൗരനും ഈ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഈ നിമിഷം ദേശീയ മാധ്യമങ്ങളിൽ വരുന്ന അപ്ഡേറ്റ്. അരുൺകുമാർ.